ഹലോ ഗൈസ്, നീറ്റ് റീ എക്സാം ആണ് നാളെ. അതായത് 21-ാം തീയതിയാണ് നമ്മളുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതിനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ കരുതേണ്ട ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, നമ്മൾ ടൈമിങ്ങിൽ എങ്ങനെയാണ്, ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാരണവശാൽ ഒരിക്കലും നിങ്ങളുടെ ലാഗിങ്ങോ അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു കാരണങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കരുതണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇത് കടക്കനാട്ടി മുമ്പേ പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം വരുന്നതാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ അഡ്മിറ്റ് കാർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ കഴിഞ്ഞ എക്സാമിൽ എല്ലാവരും പരിചയം ഉണ്ടാവും. അത് നമുക്ക് 2 പേജസ് ആണ് വരുന്നത്. അതായത് അതിൽ ഫസ്റ്റ് വരുന്നൊരു ഹോം പേജും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കിലുള്ള പേജും. അതിൽ ഫസ്റ്റിലാണ് നമ്മളുടെ ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, തമ്പ് എല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാർകോഡ്, സ്കാനർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യുക, അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ ആ ഫോട്ടോസ് അവിടെ ഉണ്ടോ ഒക്കെ നിങ്ങളൊന്ന് നോക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് വരുന്നതാണ് നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ്. അതായത് നിങ്ങൾക്ക്, നമ്മളിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വാലിഡ് പ്രൂഫ് ആയിട്ട് ആധാർ കാർഡ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് നിങ്ങളെ കയ്യിൽ വെക്കുക. പിന്നെ വരുന്നതാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾക്ക് അവിടെ കയറുന്ന മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഒരു അഡീഷണൽ വെക്കണേന് ഒരു ഇതുമില്ല, നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുക. അപ്പോൾ പിന്നെ വരുന്നതാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ വരുന്ന കാര്യങ്ങൾ. അതായത് അഡ്മിറ്റ് കാർഡിന്റെ ഏറ്റവും അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോട്ടോന്റെ കോളുണ്ട്. അപ്പൊ അത് നിങ്ങൾ വീട്ടിൽ തന്നെ പേസ്റ്റ് ചെയ്തിട്ട് വരാൻ നോക്കുക. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ തംബ്നെയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലും തംബ്നെയിലിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ വീട്ടിൽ തന്നെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ തൊട്ടപ്പുറത്ത് സിഗ്നേച്ചറിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇവിടുന്നല്ല ചെയ്യേണ്ടത്, അത് ഹാളിൽ എത്തിയിട്ടാണ് ഈ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊന്നും ഓർത്ത് വെക്കുക, സിഗ്നേച്ചർ ഇപ്പോഴല്ല ചെയ്യേണ്ടത്. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ പേജ്. രണ്ടാമത്തെ പേജിൽ ഒരു വലിയ ഫോട്ടോ നമുക്ക് പതിക്കണം. പിന്നെ അവിടെ ഒരു സിഗ്നേച്ചറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴല്ല ചെയ്യേണ്ടത്, ഹാളിൽ എത്തിയിട്ടാണ്. ഒന്നുകൂടി റിവൈസ് ചെയ്തോ, സിഗ്നേച്ചർ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഹാളിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് നോക്കി, തമ്പ് ഇംപ്രഷൻ നോക്കി, സിഗ്നേച്ചർ ഇവിടുന്ന് ചെയ്യില്ല എന്ന് നോക്കി, ആധാർ കാർഡ് കൈ പിടിക്കണം എന്നുള്ള കാര്യങ്ങളും നോക്കി. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമുക്ക് ഇപ്പൊ അടുത്ത് NTA ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു പൗച്ച്, അതായത് ട്രാൻസ്പെറന്റ് പൗച്ച് കയ്യിൽ പിടിക്കാന്നുള്ള ഒരു ഓപ്ഷൻസ് നമ്മുടെ NTA ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ കാർഡും പിന്നെ ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ഒരു പൗച്ചും കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളൂ. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അടുത്തത് ഡ്രസ് കോഡിനെ കുറിച്ചിട്ടാണ്. ഡ്രസ് കോഡ് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ഞാൻ ആദ്യം ബോയ്സിന്റെ പറയാം. ബോയ്സിന്റെ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ടീഷർട്ടോ അല്ലെങ്കിൽ നല്ല കനം കുറഞ്ഞിട്ടുള്ള ഇതുകൾ ധരിക്കാൻ നോക്കുക. നിങ്ങൾ വളരെ ഈ കാർഗോ പാൻസുകൾ അല്ലെങ്കിൽ ജീൻസ് ബാക്കിയുള്ള കട്ടിയുള്ളതും പിന്നെ അതുപോലെ തന്നെ നല്ല പോക്കറ്റും പിന്നെ ബട്ടന് വലിയ ഇതായിട്ടുള്ളതൊന്നും ഇടാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിന്റെ അവിടെ പോയിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കയ്യുമ്മ ധരിക്കണ റിങ് പിന്നെ അതുപോലെ തന്നെ വാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ധരിക്കാണ്ടിരിക്കുക. മാക്സിമം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ ചപ്പൽസ്. അതായത് നിങ്ങൾ വളരെ കുറഞ്ഞിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ് ഒരിക്കലും അവിടെ കേട്ടില്ല. അപ്പൊ ഷൂസ് ഇട്ടിട്ട് ആരും പോകണ്ട. അപ്പോൾ മാക്സിമം നിങ്ങൾ കട്ടി കുറഞ്ഞിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഗേൾസിന്റെ സൈഡും. ഗേൾസിനായിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. നിങ്ങൾ മാക്സിമം ടീഷർട്ടോ അല്ലെങ്കിൽ ഈ കുർത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഓർണമെന്റ്സും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും അവിടെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങൾ മറക്കാതെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല
മതപരമായിട്ടുള്ള എന്തെങ്കിലും ചരടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കിപ്പോ 11 മണിക്കാണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടെങ്കിൽ ഒരു 1 ഹവറിന് മുന്നായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ടൈമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 11 മണിക്കാണ് അവിടുത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് 11 to 11:30 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അത് 11:30ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പ്രവേശനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ലാഗിങ് വരാണ്ട് ഒരു 1 ഹവറോ അല്ലെങ്കിൽ 2 ഹവറോ 3 ഹവർ മുന്നായിട്ട് ഇറങ്ങാൻ നോക്കുക. കാരണം നമുക്ക് ടൈം പോയാലും ടൈമിൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കൊരു 1:30ക്കാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുക. 2 മണിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 2 to 5:30 വരെയാണ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നിങ്ങൾ ഈ ടൈമിന്റെ കാര്യത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ടൈമിന്റെ കാര്യത്തിൽ നിങ്ങൾ മാക്സിമം നമുക്ക് നേരത്തെ ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം റെയിനി സീസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സെൻട്രേക്കുള്ള ദൂരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സെന്റർ ഏതാണോ നിങ്ങൾക്ക് സെന്റർ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NTA ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഏതൊരു സ്കൂൾസിലാണോ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്തായാലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് ഇതാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്, റീ എക്സാം വന്നിരിക്കുകയാണ്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് നല്ല രീതിയിൽ എഴുതാൻ നോക്കുക. ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാതൊന്ന് റീചെക്ക് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞതിൽ എന്തോ കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡിന്റെ പാസ്പോർട്ട് സൈസ്, പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ, തമ്മ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, ആധാർ കാർഡ് കൈ പിടിക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ, ടൈമിങ്ങിന്റെ കാര്യത്തിൽ, സെന്ററിന്റെ കാര്യത്തിൽ നേരത്തെ ഇറക്കാനുള്ള ഉറപ്പാടുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവുമെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളിയായിട്ട് നിങ്ങളെ നീറ്റ് എക്സാം വളരെ രീതിയിൽ എഴുതാൻ പറ്റട്ടെ.